ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ പണിയെടുക്കാനുള്ളൊരു ചിന്തയിലാണ് എഴുന്നേറ്റ് വന്നത് തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. ഇത് വൃത്തിയാക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ പണി. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന റൂമാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ അനിയനാണ് വൃത്തിയാക്കിയത്. അതുകൊണ്ട് ഈ ആഴ്ച ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. കഷ്ടപ്പെടണം. അത്ര കഷ്ടപ്പാടൊന്നുമില്ല. ബുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ അടുക്കി വെക്കണം. പിന്നെ കുടയൊക്കെ മടക്കണം. പിന്നെ അമ്മേനെ കാണിക്കാനായിട്ട് 5-6 ഷോയൊക്കെ ഇറക്കാം. ഇത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ എനിക്കിത് ഇത്രയും മടിയായതുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി എടുത്തില്ല. അത് കാരണമാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കാരണം. പിന്നെ എൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അതാ എൻ്റെ അമ്മ ഫോണിൻ്റെ ക്യാമറ കണ്ട് ഞെട്ടിപ്പോകുന്നൊരു തത്സമയ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഇത്രയും നാൾ ഞാൻ കോളേജിൽ പോയ എൻ്റെ ടിക്കറ്റ് താഴെ വീണു. അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. ഞാൻ സൂക്ഷിച്ച് വെച്ച സാധനങ്ങളൊക്കെയാണ്. ഒക്കെ താഴെ വീണു. പിന്നെ കണ്ണി കണ്ട അവിടെ ഇവിടെയൊക്കെ ഇരുന്ന പാട്ടയും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. ഇതിലൊക്കെ ചെയ്യണമല്ലോ. പിന്നെ ഇത് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് തേക്കുന്നുണ്ട്. എന്തൊക്കെയോ കാണിക്കുന്നു. ഇതാ കുറച്ച് എക്സ്പ്രഷൻ വാരിയിടത്. ഇതെന്താണിത്? ഇതൊക്കെ തന്നെയാണ്. കയറ്റി വള ഊരുന്നു. ജിംക്ക് ഇടുന്നു. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുള്ളൊരു പുറപ്പാടിലായിരുന്നു. ഇതൊക്കെ തന്നെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ക്യാമറ കണ്ടതിൻ്റെ ഒരു ഇതാണ്. എൻ്റെ +2 പൗച്ചാണ്. പിന്നെ അത് വെറുതെ കിടക്കുന്നുണ്ട്. ഞാനതൊരു കൊടുക്കയാക്കാനുള്ളൊരു തീരുമാനത്തിലെത്തി. ഇനി അവസാനത്തെ പണി ഇത് ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കുക എന്ന് മാത്രം. ഇത്ര പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗം തന്നെ പണിയെടുത്ത് കഴിയാൻ കാരണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ വൃത്തിയാക്കി ഗൈസ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം.